ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നോക്കി വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. കറണ്ട് അഫയേഴ്സിൽ സ്ഥിരമായിട്ട് മെൻഷൻ ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള പ്ലേസസിനെ പരിചയപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മന എന്ന് പറയുന്ന ഒരു വില്ലേജിനെയാണ് പരിചയപ്പെടുത്തുക. മന എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ്, ഒരു ഗ്രാമമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ മന എന്ന് പറയുന്ന വില്ലേജിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുക. അപ്പൊ എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ ഇത് ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് 2-3 ന്യൂസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ ഹിസ് വിസിറ്റ് ഹാഡ് സെഡ് ദാറ്റ് ബോർഡർ വില്ലേജ് ഓഫ് മന ഈസ് ദ ഫസ്റ്റ് വില്ലേജ് ആൻഡ് നോട്ട് ദ ലാസ്റ്റ് ആസ് ദേ ആർ യൂഷ്വലി കാൾഡ്. അപ്പൊ മന എന്ന് പറയുന്ന വില്ലേജ് വിസിറ്റ് ചെയ്ത സമയത്ത് നരേന്ദ്രമോദി പറയുകയുണ്ടായി, ഈ മന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് ആണ്. ഇതുവരെയും പറഞ്ഞിരുന്നത് ലാസ്റ്റ് വില്ലേജ് എന്നാണ്, പക്ഷെ അങ്ങനെയല്ല, ഇനി മുതൽ ഇത് ഫസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ സെൻട്രൽ ഗവൺമെന്റ് റീസെന്റ് പുട്ട് അപ്പ് എ സൈൻ ബോർഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ വില്ലേജ് എലോങ് ദ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ റീഡിംഗ് ഇന്ത്യസ് ഫസ്റ്റ് വില്ലേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ഈ മന വില്ലേജിന്റെ എൻട്രൻസിൽ അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചു, ഇന്ത്യസ് ഫസ്റ്റ് വില്ലേജ് എന്ന്. അപ്പൊ ഇത് ആക്ച്വലി ചൈനയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വില്ലേജ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആകുന്നു. നമുക്ക് അതിലേക്ക് പോകാം. മന വില്ലേജ് ഇസ് ലൊക്കേറ്റഡ് നിയർ ദ ഫേമസ് പിൽഗ്രിമേജ് സൈറ്റ് ഓഫ് ബദ്രിനാഥ് ഇൻ ചമോലി ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ചമോലി ഡിസ്ട്രിക്റ്റിലുള്ള അല്ലെങ്കിൽ ബദ്രിനാഥിന്റെ അടുത്തുള്ള ഫേമസ് പിൽഗ്രിമേജ് സൈറ്റ് ആയ ബദ്രിനാഥിന്റെ അടുത്തുള്ള ഒരു വില്ലേജ് ആണ് മന വില്ലേജ് എന്ന് പറയുന്നത്. നമ്മൾ ചൈനയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയയിലുള്ള വില്ലേജ് ആണ് മന വില്ലേജ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ ലാസ്റ്റ് വില്ലേജ്, ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നാണ് പണ്ട് വിളിച്ചിരുന്നത്. അത് മാറ്റി ഇപ്പോൾ ഒഫീഷ്യലി സെൻട്രൽ ഗവൺമെന്റ് അതിനെ ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് എന്ന് റിനെയിം ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കൂടാതെ ഈ വില്ലേജ് വീണ്ടും ഇമ്പോർട്ടന്റ് ആകുന്നുണ്ട് കറണ്ട് അഫയേഴ്സിൽ. ദ വില്ലേജ് മന ഹാസ് ഗെയിൻഡ് prominence recently after it was selected as part of the government's വൈബ്രന്റ് വില്ലേജ് സ്കീം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വൈബ്രന്റ് വില്ലേജ് സ്കീം മെൻഷൻഡ് ഇൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻസ് ബഡ്ജറ്റ് സ്പീച്ച് ഇൻ ദ പാർലമെന്റ്. ഇത്തവണത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ നിർമ്മല സീതാരാമൻ വൈബ്രന്റ് വില്ലേജ് സ്കീമിൽ ഈ മന വില്ലേജിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മന വില്ലേജ് ഇപ്പോൾ വൈബ്രന്റ് വില്ലേജ് സ്കീമിലെ ഒരു വില്ലേജ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ റീസെന്റ് ഈ പറയുന്ന ബഡ്ജറ്റ് സ്പീച്ചിലും മന വില്ലേജിനെ കുറിച്ച് പരാമർശമുണ്ട്. അപ്പൊ മന വില്ലേജ് ഇന്ന് ഒഫീഷ്യലി ഇന്ത്യയുടെ ഫസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷന് അർഹമായിരിക്കുകയാണ്. നേരത്തെ ലാസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന മന ഇപ്പോൾ ഫസ്റ്റ് വില്ലേജ് ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുക. ഉത്തരാഖണ്ഡിലാണെന്ന് മനസ്സിലാക്കുക, ബദ്രിനാഥിന്റെ അടുത്താണെന്ന് മനസ്സിലാക്കുക. ഇത്തവണത്തെ ബഡ്ജറ്റ് സ്പീച്ചില് വൈബ്രന്റ് വില്ലേജ് സ്കീമിലും മന വില്ലേജ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാവുമ്പോൾ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയണം, ഞാൻ പറയാം. അതിനു മുമ്പ് ഈ മന വില്ലേജിന്റെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദ വില്ലേജ് ഈസ് ഹോം ടു ദ ഭോട്ടിയാസ്. അപ്പം മനസ്സിലാക്കുക, ഭോട്ടിയ എന്ന് പറയുന്ന ഒരു ട്രൈബാണ്. അപ്പൊ ഇതൊരു ട്രൈബൽ വില്ലേജ് ആണെന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഇറ്റ്സ് എ മംഗോൾ ട്രൈബ്. അപ്പൊ മംഗോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മംഗോൾസ് എന്ന് പറയുന്നത് ചൈനയ്ക്കും അപ്പുറത്ത് മംഗോളിയൻ റീജിയനിലുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ വംശപരമ്പരയിൽപ്പെട്ട ഒരു ട്രൈബാണ്, ഒരു മംഗോൾ ട്രൈബാണ് ഭോട്ടിയ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മന വില്ലേജ് എന്ന് പറയുന്നത് ഭോട്ടിയാസിന്റെ ലാൻഡാണ്, ഭോട്ടിയ ട്രൈബിന്റെ ലാൻഡാണ്. അവർ മംഗോൾ ട്രൈബാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് വില്ലേജ് ഇൻ ദ റീജിയൻ. അതായത് ഉത്തരാഖണ്ഡ് റീജിയനിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ മന വില്ലേജ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, മന വില്ലേജിനെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഈസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം ഇൻ ദ യൂണിയൻ ബഡ്ജറ്റ് സ്പാനിങ് 2022-23 to 2025-26 ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജസ് ഓൺ ദ നോർത്തേൺ ബോർഡർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, 2022-23 ബഡ്ജറ്റില് കൊണ്ടുവന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്, അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസേഡ് പ്രോഗ്രാമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്.
അത് 2025-26 വരെയും നീണ്ടുപോകുന്ന രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സെൻട്രലി സ്പോൺസേഡ് സ്കീം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജസ് ഓൺ ദ നോർത്തേൺ ബോർഡറിൽ ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ ഉള്ള വില്ലേജുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം, ദസ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ദിസ് ഐഡന്റിഫൈഡ് ബോർഡർ വില്ലേജസ്. ഈ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള, അതായത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഓരോ ബോർഡർ വില്ലേജുകളിലുമുള്ള ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറയുക. പർട്ടിക്കുലർലി ചൈനയും ഒക്കെ ആയിട്ട് ബോർഡർ ഇഷ്യൂ ചെയ്യുന്ന സ്ഥലത്ത് ബോർഡർ ഡിസ്പ്യൂട്ടുകളുണ്ട്. അപ്പൊ നമുക്കറിയാം, ബോർഡർ ഡിസ്പ്യൂട്ടുകളുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ സിവിലിയൻസിന്റെ അവസ്ഥകൾ പലപ്പോഴും മോശമാകും. അപ്പൊ അങ്ങനെയുള്ള ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ബോർഡർ വില്ലേജുകളിലെ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സ്കീമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് അറിയപ്പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.